തൊടുപുഴ ബിജു ജോസഫ് കൊലപാതക കേസിലെ 4 പ്രതികളെയും അന്വേഷണ സംഘം ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങും. കൂടുതൽ ചോദ്യം ചെയ്യലിനും മൊഴികളിൽ വ്യക്തത വരുത്തുന്നതിനുമാണ് വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങുന്നത്. 4 ദിവസത്തെ പോലീസ് കസ്റ്റഡിയാണ് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിവരങ്ങൾ നൽകാനായി സുബിൻ തോമസ് ചേരുന്നുണ്ട്. സുബിൻ, ബിജു കൊലക്കേസിലാണ് ഇപ്പോൾ 4 പ്രതികളെയും അന്വേഷണ സംഘം ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത്. കൂടുതൽ ചോദ്യം ചെയ്യലിനും ഒപ്പം തന്നെ മൊഴികളിലെ വ്യക്തത വരുത്തുന്നതിനുമാണ് വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങുന്നതെന്ന് മനസ്സിലാക്കുന്നു. കൂടുതൽ വിശദാംശങ്ങൾ സുബിൻ. തന്നെയാണ് ഇത് സംബന്ധിച്ച് ബിജു കൊലക്കേസുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഈ പ്രതികളെ വീണ്ടും കസ്റ്റഡിയിൽ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് കോടതിയെ സമീപിച്ചത്. ഇന്ന് 11 മണിയോട് കോടതി ഈ കേസ് പരിഗണിക്കും. ഇതിനുശേഷം ഈ പ്രതികളെ വീണ്ടും കസ്റ്റഡിയിലേക്ക് ലഭിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഈ 1-ാം പ്രതിയായ ജോമോന്റെ ഫോൺ കോൾ റെക്കോർഡുകൾ കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. ഇതിൽ നിർണായകമായേക്കാവുന്ന ചില കാര്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവർ നൽകുന്ന വിവരം. പ്രധാനമായും ഈ കൊലപാതകം നടത്തിയ ശേഷം ഈ ജോമോൻ പലരെയും ഫോണിൽ വിളിച്ചിരുന്നു. ഈ ഫോണിൽ വിളിച്ച ശേഷം ഇത്തരത്തിൽ ഈ ബിജുവിനെ കൊലപ്പെടുത്തി ദൃശ്യം 4 നടപ്പാക്കി എന്ന തരത്തിലുള്ള സംഭാഷണം ആ ഫോൺ റെക്കോർഡുകൾ ഉണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് ആർക്കെങ്കിലും ഈ കേസുമായി ബന്ധപ്പെട്ട് അറിവുണ്ടായിരുന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നടക്കം കാര്യങ്ങളിൽ ഇനിയൊരു വ്യക്തത വരുത്തേണ്ടതായുണ്ട്. അതിനായാണ് നിലവിൽ ഇപ്പോൾ ഈ 4 പ്രതികളെയും വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ വോയിസ് റെക്കോർഡുകളുടെ റെക്കോർഡുകളുടെ ആധികാരികതയും പോലീസിനെ പരിശോധിക്കേണ്ടതായും ഈ സാഹചര്യങ്ങളെല്ലാം മുൻനിർത്തിക്കൊണ്ടാണ് ഇന്ന് ഈ പ്രതികളെ വീണ്ടും കസ്റ്റഡിയിൽ വേണമെന്നൊരു ആവശ്യം പോലീസ് മുമ്പോട്ട് വെച്ചത്. അതോടൊപ്പം തന്നെ ഈ 1-ാം പ്രതിയായ ജോമോന്റെ ഭാര്യയുടെ അറസ്റ്റ് ഉടൻ ഉണ്ടായേക്കുമെന്നുള്ളൊരു സൂചനയും പോലീസ് നൽകുന്നുണ്ട്. ഇതിലേക്ക് നയിച്ച പ്രധാന കാരണമെന്നുള്ളത് ഈ ബിജുവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ ശേഷം ഈ ജോമോനെ വീട്ടിലേക്കാണ് ആദ്യം എത്തിക്കുന്നത്. ഈ സമയത്ത് ഭാര്യ വീട്ടിലുണ്ടായിരുന്നു എന്നുള്ളതാണ് മറ്റ് പ്രതികൾ മൊഴി നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ തട്ടിക്കൊണ്ടുപോകലുമായി ഒക്കെ ബന്ധപ്പെട്ട് ഈ ഭാര്യയ്ക്ക് കൃത്യമായ അറിവുണ്ടായിരുന്നു അല്ലെങ്കിൽ അവർക്ക് കൃത്യമായ പങ്കുണ്ട് എന്നുള്ള ഒരു വിവരമാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ള മൊഴികളാണ് ഈ പ്രതികളിൽ പോലീസിന് ലഭിച്ചിട്ടുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ അവരുടെ അറസ്റ്റ് ഉടൻ ഉണ്ടായേക്കുമെന്നും പോലീസ് സൂചന നൽകുന്നുണ്ട്. എന്തായാലും ഇന്ന് 11 മണിയോടുകൂടി കേസ് പരിഗണിക്കുന്ന കോടതി പ്രതികളെ പോലീസ് കസ്റ്റഡിയിലേക്ക് തന്നെ വിടാനുള്ള സാധ്യതയാണുള്ളത്. ശരി. തൊടുപുഴ ബിജു ജോസഫ് കൊലക്കേസിലെ 4 പ്രതികളെയും അന്വേഷണ സംഘം ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങും. കൂടുതൽ ചോദ്യം ചെയ്യലിനും മൊഴികളിലെ വ്യക്തത വരുത്തുന്നതിനും വേണ്ടിയാണ് വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങുന്നത്. വിവരം നൽകുകയായിരുന്നു സുബിൻ തോമസ്.